ഹായ് ഗായ്സ്, വീൽസ് ഓൺ റോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എൻ്റെ വണ്ടിക്ക് ചെറിയ മെയിൻ്റനൻസ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്നതാണ്. അപ്പം നമുക്ക് ഞാൻ സ്ഥിരമായിട്ട് പോകുന്നൊരു വർക്ക്ഷോപ്പാണ്. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ക്രഷറിൽ ഓടുന്ന വണ്ടിയാണ്, എപ്പോഴും വണ്ടി പൊടിയൊക്കെ ആവും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്ന് കഴുകിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ബായി നമ്മളെ ലോഡിങ് ചെയ്യുന്ന ബായിയാണ്. പുള്ളി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് സഹായിച്ചു തരുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് കഴുകിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്. കഴിയുന്ന മൊത്തത്തിൽ കാണിക്കുന്നില്ല, വെറുതെ ബോറെടുപ്പിക്കണ്ടല്ലോ, അതുകൊണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞ് പോന്നു. നമ്മളിപ്പോൾ പോകുന്നത് കല്ലായി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ അത് കോഴിക്കോട് കല്ലായി അല്ല, അവിടെ മുക്കത്തിനടുത്ത് കല്ലായി ഉണ്ട്, അവിടേക്കാണ്. നമ്മൾ തോട്ടുമുക്കത്തെത്തി. ഇവിടെ ഒന്ന് എപ്പോൾ വന്നാലും ഉണ്ടാവും ഒരു തേങ്ങ കയറ്റാൻ വേണ്ടി ഒരു ലോറി ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടുണ്ടാവുന്നു. റോഡ് കൺജസ്റ്റഡായിട്ട് നമുക്ക് പോകണം. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരു 12 വീലുണ്ട്, ആ ധൈര്യത്തിലാണ് പിന്നെ നമ്മൾ പുറകെ പോകണത്. അപ്പോൾ അതങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൊട്ട് മുന്നേ പോകുന്നത് ടാറ്റയുടെ ഒരു 12 വീല് പ്രൈമയാണ്. അതിൻ്റെ KL57 ആണ് നമ്പർ പ്ലേറ്റ് ഉള്ളത്. അത് പുതിയ വണ്ടിയാണ്, പക്ഷേ അതിൻ്റെ റീവണ്ടിയാണോ എന്തോ അറിയത്തില്ല. അതിൻ്റെ കോലം കണ്ടിട്ട് ആകെ സങ്കടം വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇത് തോട്ടുമുക്കത്ത് ഒരു സ്കൂളിൻ്റെ അടുത്തുള്ള ചെറിയൊരു കടയാണ്. അവിടെ എത്തി നമ്മൾ. ഇത് ഇവിടെ ഞാൻ എപ്പോൾ വന്നാലും ഒരു ലസ്സി, മിൽമേഡ് ലസ്സി എന്ന് പറഞ്ഞ സാധനം കുടിക്കലുണ്ട്. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷേ കട തുറന്നിട്ടില്ല. നമ്മൾ പിന്നെയും പോയി. അപ്പോൾ ആ വണ്ടിയുടെ മുമ്പിൽ കയറി തൃശ്ശൂർ പോയപ്പോൾ ഇത് വേറൊരു 12 വീല് KL57Z വണ്ടി, പക്ഷേ നല്ല വൃത്തിയുള്ള. അപ്പോൾ ഇപ്പോൾ നമ്മൾ വായില്ലാപ്പുഴ എത്തി. വായില്ലാപ്പുഴയിൽ നിന്ന് കുറച്ചുകൂടെ പോകണം നമുക്ക്. കല്ലായി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10-200 മീറ്റർ കൂടെ ഉള്ളൂ വായില്ലാപ്പുഴയിൽ നിന്ന് കല്ലായിലേക്ക്. അപ്പം നമ്മളങ്ങനെ വർക്ക്ഷോപ്പിലെത്തി. കല്ലായി ഉമ്മർഖാൻ്റെ വർക്ക്ഷോപ്പാണ്. ഒരുപാട് വണ്ടി, ടിപ്പറൊക്കെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടേക്ക് കാണാം. വണ്ടിക്ക് എന്താ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എന്ത് മാറ്റാൻ വേണ്ടിയാണ് വന്നതെന്നുള്ളത്. ഈ കാണുന്ന ഒരു ഹോൾ ഉണ്ടോ അവിടെ, കറക്റ്റ് കാണിച്ചു തരാം. ക്യാമറ ഒന്ന് താഴ്ത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ കാണുന്ന ഇവിടെ കണ്ടു, ഇവിടെ ഒരു ബോൾട്ടാണ്. അത് ബോൾട്ട് പൊട്ടിപ്പോയതാണ് സംഭവം. അത് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അവിടെയുള്ള പറച്ചിൽ ഉള്ള ബോക്സ് ഒരു ബോൾട്ടാണ്. ബോൾട്ട് ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോയി, പുറത്തുനിന്ന് പൊട്ടി ചാടിപ്പോയി. ഇതാണ് നമ്മളെ മെയിൻ ആൾ, ഉമ്മർക്ക, വർക്ക്ഷോപ്പിലെ മെയിൻ ആളാണ്. അപ്പോൾ ഉമ്മർക്ക കാര്യമായിട്ടുള്ള പണിയിലാണ്. അപ്പോൾ നമുക്ക് ഉമ്മർക്കനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കാം. ഉമ്മർക്ക എനിക്ക് എഞ്ചിൻ്റെ അഴിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണല്ലേ മയ്യത്ത് മൂടിയിട്ട മാതിരി എഞ്ചിനൊക്കെ അഴിച്ച് മൂടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു നോക്കുമ്പോൾ നമ്മുടെയൊക്കെ പണിയൊക്കെ നിസ്സാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയുള്ള അവസ്ഥ കണ്ട പോലെ ഇതൊക്കെ കണ്ടില്ലേ, ഗിയർ ബോക്സ് കഴിച്ചിട്ട് നമ്മുടെ നിസ്സാരം ഒരു ബോൾട്ട് വിട്ടിട്ടല്ലേ ഉള്ളൂ. എന്നിട്ട് നേരത്തെ കണ്ട ഉമ്മർക്കയാണ് ചുള്ളനായിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ചുള്ളനായിട്ട് ഇറങ്ങി വന്നേക്കാണ്. അപ്പം ഞാൻ പുള്ളി നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞ് നിന്ന് വെള്ളം കുടിച്ചാൽ മരുന്നില്ലാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നത്. അപ്പം പാവം പുള്ളി ഇരുന്ന് കുടിച്ചു. മാഷാ അല്ലാഹ്. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതെന്താ പോലീസുകാർക്ക് എന്താണ്? അപ്പോൾ ഉമ്മർക്ക് നമ്മൾ പറഞ്ഞു, ഈ വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ മെല്ലെ ഇങ്ങോട്ട് കയറ്റിക്കോ, അപ്രാവശ്യം ചാടി എടുത്ത് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഈ വണ്ടി എടുത്തു, നമ്മൾ കയറ്റി വെച്ചു. ഇനി നമ്മൾ വെള്ളിയാഴ്ചയല്ലേ പള്ളിയിൽ പോവാണ്. പള്ളിയിൽ നമ്മൾ എരഞ്ഞിമാവാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഇതേ മാൻ്റെ രൂപം, കൊക്ക്, മുയലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മെയിനായിട്ട് മാജിക് മഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങിക്കോ. ഇത് നമ്മൾ എരഞ്ഞിമാവുള്ള ക്യാമറയാണ്. ഇതിപ്പോൾ ഇലക്ട്രോണുകാർക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ട്. സത്യാവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. സ്വന്തം റിസ്കിൽ പരീക്ഷിക്കുക. അപ്പോൾ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. പള്ളിയിൽ ഞാൻ ഇവിടെ ഹൗദിൽ നിന്നാണ് പൊതു കൊടുത്തത്. കാരണം എന്താ വെച്ചാൽ ഈ ഹൗദിലെ വെള്ളത്തിൽ ഏതെങ്കിലും മഹാന്മാർ പൊതു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബർക്കത്ത് നമുക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പള്ളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു മോരും വെള്ളവും നല്ലൊരു മുട്ട ബജിയും കഴിച്ചു. കൊള്ളാം, അടിപൊളി സാധനം. അപ്പം നമ്മൾ ജുമ കഴിഞ്ഞു, വെള്ളം കുടിച്ചു. അതിനുശേഷം നമ്മൾ വണ്ടിയെടുത്ത് പോയി നോക്കി. അപ്പോൾ വണ്ടി കാര്യമായിട്ട് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളിവിടെ കല്ലായി തന്നെ ഒരു പള്ളിയുണ്ട്, ഒരു ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും സുന്നിപ്പള്ളിയിലാണ് ജുമയ്ക്ക് പോയത്. അപ്പോൾ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്.
അപ്പോൾ ഇനി വണ്ടി റെഡിയായിട്ട് എടുത്തിട്ട് പോകണം അത് തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണുന്നവരെ മഅസ്സലാമ.